ശരിക്കും കേട്ടില്ലെന്നാ തോന്നുന്നേ. എന്നെ ക്ലേവർ നരിയെന്നാ പറയുക. രാക്ഷസൻ മരത്തിന് മുകളിലിരുന്ന് സങ്കടപ്പെടുകയില്ല. എന്നെ കൊല്ലാൻ കരുതി ഈ സമയം കൊണ്ട് കൊന്നിരിക്കണം. പക്ഷെ നീ സങ്കടപ്പെട്ടിരിക്കുന്നേ. നീ വളരെ ബുദ്ധിശാലിയായ കുറുക്കനാണ്. ഒരു രാക്ഷസൻ കുക്കായി മാറി. ഒരു കാട്ടിൽ ഒരു മുനി തപസ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് അവിടേക്കൊരു രാക്ഷസൻ പറന്ന് വന്നു. ആ മുനിയുടെ തപസ്സിനെ ഇല്ലാതാക്കാൻ നോക്കി. നീ എന്താണ് രാക്ഷസായി ചെയ്തത്? എന്റെ വർഷക്കണക്കിന് തപസ് നീ നശിപ്പിച്ചു. എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ ശപിക്കുന്നു. ഇനി മുതൽ നിന്നാൽ എന്റെ ഈ രൂപം ഉപയോഗിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. രാക്ഷസന്റെ രൂപത്തിൽ ഇനി നിന്റെ ഒരു ശക്തികളും പ്രവർത്തിക്കുകയില്ല. അങ്ങനെ പറഞ്ഞ മുനി അവിടെ നിന്ന് അപ്രത്യക്ഷപ്പെട്ടു. ആ രാക്ഷസൻ മുനി പറഞ്ഞത് ശ്രദ്ധിക്കാതെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. അപ്പൊ അവൻ അവിടെ ഒരു പുലിയെ കണ്ടു. ഇവിടെ നോക്ക്, എന്ത് ശാന്തമായാണ് കിടന്നുറങ്ങുന്നതെന്ന്. ഇപ്പോൾ തന്നെ ഇതിനെ വലിച്ചെറിഞ്ഞേക്കാം. രാക്ഷസൻ ആ പുലിയെ തൊട്ട ഉടനെ ആ പുലി രാക്ഷസനെ ആക്രമിക്കാൻ തുടങ്ങി. ആ രാക്ഷസന് മാന്ത്രിക ശക്തികൾ ഉപയോഗിക്കാനേ കഴിഞ്ഞില്ല. രാക്ഷസൻ അവന്റെ ജീവൻ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് ഓടിപ്പോയി. അയ്യോ, എന്താ ഇത്? ആ സ്വാമിജി തന്ന ശാപം അത് ഫലിച്ചു തുടങ്ങിയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയാണെങ്കിൽ സാധാരണ മനുഷ്യർ, സാധാരണ മൃഗങ്ങളും എന്നെ കൊന്നുകളയുമല്ലോ. അങ്ങനെ സങ്കടപ്പെട്ട് രാക്ഷസൻ ഒരു മരത്തിൽ കയറിയിരുന്നു. അപ്പോഴാണ് ഒരു തന്ത്രക്കാരൻ നരി അതിലൂടെ വന്നത്. രാക്ഷസൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് നരി അവനോട് ചോദിച്ചു, ഈ കാട്ടിലെല്ലാവരും എന്നെ തന്ത്രക്കാരി നരി എന്ന് വിളിക്കും. അതുകൊണ്ട് എന്റെ പേര് ക്ലേവർ നരി. ഇവിടെ നിന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നീ ശരിക്കും കേട്ടില്ലെന്നാ തോന്നുന്നേ. എന്നെ ക്ലേവർ നരി എന്നാ പറയുക. രാക്ഷസൻ മരത്തിന് മുകളിലിരുന്ന് സങ്കടപ്പെടുകയില്ല. എന്നെ കൊല്ലാൻ കരുതി ഈ സമയം കൊണ്ട് കൊന്നിരിക്കണം. പക്ഷെ നീ സങ്കടപ്പെട്ടിരിക്കുന്നേ. നീ വളരെ ബുദ്ധിശാലിയായ കുറുക്കനാണ്. അപ്പൊ എന്നോട് സത്യം പറ രാക്ഷസ, നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നേ? എന്ത് പറ്റി? എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിലോ? എന്നാൽ നീ എന്തിന് എന്നെ സഹായിക്കുന്നു? ഇങ്ങനെ ആരും എന്നെ സഹായിച്ചിട്ടേ ഇല്ലല്ലോ. അയ്യോ, ആദ്യം നീ ഒന്ന് പറ. എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിയാലോ? അതിൽ ചിലപ്പോ നിന്റെ പ്രോബ്ലം സോൾവ് ആകും. രാക്ഷസ സംഭവിച്ചതെല്ലാം ആ നരിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പ നരി ഒരുപാട് നേരം രാക്ഷസൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അതിന്റെ മുഖത്ത് ഒരു ചിരി വന്നത്. ഞാൻ തീർച്ചയായും നിന്നെ സഹായിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്ത് കണ്ടീഷൻ? ആദ്യം എനിക്ക് വാക്കുതാ ദിവസം എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരുമെന്ന്. നിനക്ക് സ്വന്തമായി തന്നെ വേട്ടയാടാമല്ലോ. ഇല്ല, ഈ കാടിന്റെ രാജാവിന് നല്ല മനസ്സാ. ഒരു പക്ഷേ ഞാൻ വേട്ടയാടി മൃഗങ്ങളെ കൊല്ലുന്നു എന്ന് അറിഞ്ഞാൽ അദ്ദേഹം എന്നെ കൊന്നുകളയും, അറിയുമോ? ശരി, നിന്റെ കണ്ടീഷന് എനിക്ക് സമ്മതമാണ്. ശരി പറ, ആ മുനി എന്ത് ശാപമാ തന്നത്? നിന്റെ രാക്ഷസ രൂപത്തിലല്ലേ മാന്ത്രിക ശക്തികൾ വലിക്കലെന്ന് പറഞ്ഞത്? അപ്പൊ അതിന്റെ അർത്ഥം ഒരുപക്ഷെ നീ വേറെ ഏതെങ്കിലും രൂപത്തിലാണെങ്കിൽ അപ്പൊ നിന്റെ മാന്ത്രിക ശക്തികൾ ഫലിക്കാലോ. നരി അങ്ങനെ പറഞ്ഞത് കേട്ട് രാക്ഷസന്റെ മുഖത്ത് ഒരുപാട് ചിരി വന്നു. നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഇതൊന്നും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് പോലുമില്ല. ഞാൻ കാടിന്റെ രാജാവ് സിംഹരൂപത്തിലുള്ള അവനെ കൊന്നിട്ട് കാടിന്റെ രാജാവായേക്കാം. അതിനുശേഷം നീ ഇഷ്ടപ്പെടുന്നത് പോലെ മൃഗങ്ങളെ വേട്ടയാടിയാൽ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മാത്രം ചെയ്യരുത്. ഒരുപക്ഷെ അങ്ങനെ ചെയ്ത വീണ്ടും നീ ആ മുനിയുടെ കണ്ണിൽ ചെന്നപ്പെടും. അപ്പൊ അതേ നിനക്ക് വലിയ ശാപം തരും. അതോടെ നിന്റെ വലിയ ശക്തികളൊക്കെ കാണാതെ ആയാലോ. പിന്നെ നീ തന്നെ പറയൂ, വേറെ ഏത് മൃഗത്തിന്റെ രൂപത്തിലേക്ക് മാറണം ഞാൻ? രാക്ഷസൻ പറഞ്ഞത് കേട്ട് നരി വീണ്ടും വളരെ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. നീ ഏത് മൃഗത്തിന്റെ രൂപത്തിലേക്ക് മാറണമെങ്കിൽ ആ മൃഗം വളരെ സാധാരണമായിരിക്കണം. എല്ലാവരും അതിനോട് സ്നേഹം കാണിക്കണം. നീ കൊക്കായി മാറിക്കോ. എന്തെന്നാൽ കൊക്കിനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാ. ആർക്കും നിന്നോട് ഒരു സംശയം വരില്ല. നരി പറഞ്ഞത് രാക്ഷസന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ വിചാരിച്ച പോലെ ഒരു കൊക്കിന്റെ രൂപത്തിലേക്ക് മാറി. അപ്പൊ നരി കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളോടും ആ കൊക്കിനെ കൊണ്ടുപോയി കാണിച്ചു. കൊക്കിനെ കണ്ട എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷിച്ചു. കാടിന്റെ രാജാവ് സിംഹവും കൊക്കിനെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അപ്പൊ അദ്ദേഹം നരിയോട് പറഞ്ഞു, നിന്റെ ഈ സുഹൃത്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്.
എന്നാൽ ഞാൻ കാടിന്റെ രാജാവാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം. നീ ഒരു കൊക്കിനെ എങ്ങനെ സുഹൃത്താക്കി മാറ്റി? ഇവൻ ഈ കാടിലുള്ളതല്ലോ. പാവം ഇവനൊരു അനാഥയാ. അടുത്ത കാട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഉപദ്രവിച്ചു. അതുകൊണ്ട് എന്റെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇനി എപ്പോഴും ഇവൻ എന്റെ കൂടെ ഉണ്ടാകും. നീ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ അന്നു മുതൽ നരിയും കൊക്കും ഒരുമിച്ച് കാട്ടിൽ ചുറ്റിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരം ആ നരി ആ കൊക്കിനോട് പറഞ്ഞു, രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചില്ല. എനിക്കിപ്പം വിശക്കുന്നുണ്ട്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവാ. രാക്ഷസനായ കൊക്കിന് നരി പറയുന്നത് കേൾക്കുന്നതിൽ ഒട്ടും താല്പര്യമേ ഇല്ല. വേറെ വഴിയില്ലാതെ അത് അവിടെ നിന്ന് പോയി. കുറച്ചുനേരം പറഞ്ഞതും അതിന്റെ കണ്ണിൽ ഒരു ആട്ടിൻകുട്ടിയെ കണ്ടു. അതിന്റെ പേര് ഗുല്ലു. ആ ആട്ടിൻകുട്ടി കൊക്കിനെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. നിന്റെ പേരെന്താണ്? എന്റെ പേര് ഗുല്ലു. നീ എന്റെ ഒപ്പം കളിക്കാൻ വരുന്നോ? ക്ലേവർ കുറുക്കന്റെ വയറ്റിലേക്ക് പോയി നീ നന്നായി കളിക്ക്. അങ്ങനെ പറഞ്ഞ് ആ രാക്ഷസ കൊക്ക് പാവം ആ ആട്ടിൻകുട്ടിയെ കൊത്താൻ തുടങ്ങി. അതിന്റെ കണ്ണിൽ നിന്നിപ്പോ രക്തം വരാൻ തുടങ്ങി. ഗുല്ലു അവിടെ തന്നെ ചത്തു. പിന്നെ ആ രാക്ഷസ കൊക്ക് ഗുല്ലുവിനെ കൊണ്ട് നരിക്കടുത്തേക്ക് വന്നു. ആഹാ, എനിക്ക് എപ്പോഴും ഈ ഗുല്ലുവിനെ കാണുമ്പോ വായിൽ വെള്ളം ഊറും. നീ ആദ്യ ദിവസം തന്നെ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചറിയോ? നിനക്ക് ഒരുപാട് നന്ദി. എന്നാൽ എനിക്കും ഇപ്പോൾ നന്നായി വിശക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്ത് കഴിക്കും? നിനക്കും കഴിക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും കൊണ്ടുവരായിരുന്നില്ലേ? നീ ഇപ്പൊ എന്ത് കഴിക്കും? എനിക്ക് മനുഷ്യരുടെ മാംസം പിന്നെ ചോരയും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ കാട്ടിൽ മനുഷ്യന്മാരുണ്ടാകില്ല, മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യേ. മോണ്ടോ ആനയ്ക്കൊരു കുഞ്ഞുണ്ട്. വളരെ നല്ല കുട്ടിയാണിത്. നല്ല കോഴ കൊഴുത്ത കുട്ടി. നീ അവന്റെ രക്തം ചെന്ന് കുടിക്കേ. ഉടനെ ആ രാക്ഷസ കൊക്ക് ചെന്ന് മോണ്ടോ ആനയുടെ കുട്ടിയെ കൊത്തി കൊത്തി കൊന്നു. പിന്നെ അതിന്റെ രക്തവും കുടിച്ചു. അന്നു മുതൽ രഹസ്യമായി കാട്ടിലുള്ള ഓരോ മൃഗങ്ങളും കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് കാട്ടിലെ മൃഗങ്ങളൊക്കെ പേടിച്ചുകൊണ്ടാ ജീവിച്ചതും. പക്ഷേ നരി മാത്രം ആ രാക്ഷസ കൊക്കിനോടൊപ്പം ചേർന്ന് പേടിയില്ലാതെ ചുറ്റിക്കൊണ്ടേയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് മോണ്ടോ ആന കാടിന്റെ രാജാവ് സിംഹത്തോട് പറഞ്ഞു, വേഗം വേഗം, ആർക്കും മനസ്സിലാകാത്ത ഈ കൊലപാതകങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ഇങ്ങനെ തന്നെ വിട്ടാൽ ഈ കാട് തന്നെ നശിച്ചു പോകും. എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല മോണ്ടു. നിന്റെ മകന്റെ മരണം എന്നെ വല്ലാണ്ട് അലട്ടി. കാട്ടുനിവാസികൾ മുഴുവനും ഒരുപാട് ഭയപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് മോണ്ടോ ആനയുടെ മനസ്സിൽ ഒരു കാര്യം തോന്നിയത്. എന്നാൽ രാജാവേ, ഈ ക്ലവർ കുറുക്കൻ വളരെ സന്തോഷത്തോടെ കറങ്ങി നടക്കുന്നു. ഇല്ല മോണ്ടു, ക്ലവർ കുറുക്കൻ വളരെ ബുദ്ധിശാലിയാണ്. ഞാൻ അവളെയാണ് ഈ രഹസ്യം കണ്ടെത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്തോ പ്രശ്നമുണ്ട്. എപ്പോഴാണ് ആ കൊക്ക് ക്ലവർ കുറുക്കനോടൊപ്പം ഇവിടെ വന്നത്? അതിനുശേഷമാണ് ഈ കാട്ടിൽ രഹസ്യമായി ഇങ്ങനത്തെ കൊലപാതകങ്ങൾ നടക്കുന്നത്. അതുമല്ലാതെ ക്ലവർ കുറുക്കനും ദിവസം കഴിയുന്തോറും വലുതാകുന്നു. ഇപ്പോൾ നീ പോകുവാനേ, ഇതിന് ഞാൻ വേഗം ഒരു പരിഹാരം കണ്ടെത്താം. അന്നു മുതൽ സിംഹരാജാവ് ആരും അറിയാതെ ആ നരിയെയും കൊക്കിനെയും ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സിംഹരാജാവ് നരിയും ആ കൊക്കും സംസാരിക്കുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ മോണ്ടുവാന പറഞ്ഞതെല്ലാം ശരിയാണ്. ഇത് കൊക്കിന്റെ രൂപത്തിൽ വന്ന ഒരു രാക്ഷസനാണ്. ബുദ്ധി കൊണ്ട് വേണം ഇവനെ വധിക്കാൻ. ഡയറക്റ്റായി ഞാനിവനെ ആക്രമിച്ചാൽ ഇവൻ എന്നെ തോൽപ്പിക്കും. ഒരു ദിവസം ആ രാക്ഷസ കൊക്ക് ചുറ്റിക്കൊണ്ടിരിക്കെ കാടിന്റെ രാജാവ് സിംഹം കൊക്കിനോട് പറഞ്ഞു, എനിക്കറിയാം നീ ഒരു രാക്ഷസനാണെന്ന്. അതെയോ? എന്റെ രഹസ്യം നീ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയെന്നാൽ നിന്റെ മരണം അടുത്തു കഴിഞ്ഞു. ഞാൻ മരണത്തെ കൊണ്ട് പേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്തത് പറയാൻ വരില്ലായിരുന്നു. ഞാൻ നിന്നോട് പറയാൻ വന്നിരിക്കുന്നത് എന്തെന്നാൽ നീ ഒരു രാക്ഷസനാണ്. നിന്നെ കൊണ്ടാണ് എല്ലാവരും ഇവിടെ പേടിക്കുന്നത്. എന്നാൽ നീ ഒരു കുറുക്കന് അടിമയായി ജോലി ചെയ്യുന്നു. ക്ലവർ കുറുക്കൻ നിന്നെ ഉപയോഗിക്കുകയാണ്. നീ അതിന്റെ വെറും അടിമയാണ്. നിനക്കെന്താ വേണ്ടത്? ഞാൻ ഈ കാട്ടിൽ നിന്ന് പോവുകയാണ്. നിനക്കിനി എന്റെ രൂപത്തിൽ ഈ കാട് ഭരിക്കാവുന്നതാണ്. ക്ലവർ കുറുക്കന്റെ കാര്യം നീ അവസാനിപ്പിക്ക്, അല്ലെങ്കിൽ അത് അതിന്റെ ബുദ്ധി ഉപയോഗിച്ച് നിന്നെ എപ്പോൾ വേണമെങ്കിലും കൊന്നുകളയും. അങ്ങനെ പറഞ്ഞ് സിംഹരാജാവ് അവിടെ നിന്ന് പോയി. അപ്പാ കൊക്കിന് ദേഷ്യം വന്നു. ഉടനെ നരിയെ കാണാനായി പറന്നു. നിന്റെ സമയം അവസാനിച്ചു ക്ലവർ കുറുക്ക.
നീ എന്നെ ഒരുപാട് ജോലി ചെയ്യിപ്പിച്ചു. രാജാവ് സിംഹം ഈ കാട്ടിൽ നിന്നും പോവുകയാണ്. ഞാൻ ഇനി ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നു. എനിക്കിനി നിന്റെ ഒരാവശ്യവുമില്ല. പക്ഷെ നരി എന്തോ പറയുന്നതിന് മുന്നേ ആ രാക്ഷസ കൊക്ക് നരിയെയും കൊന്നു. അപ്പൊ പെട്ടെന്ന് വേഗത്തിൽ വന്ന അമ്പ് ആ കൊക്കിന്റെ തൊണ്ടയിൽ കുത്തി. ഒരു നിമിഷം കൊണ്ട് ആ കൊക്കും ചത്തുപോയി. ആ അമ്പ് ചെയ്തത് വേറെ ആരുമല്ല, ആ മുനിയായിരുന്നു. ഈ സഹായം ഞാൻ ജീവിതത്തിൽ മറക്കുകയില്ല. കൃത്യസമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ആ രാക്ഷസൻ എത്ര ആൾക്കാരുടെ രൂപത്തിൽ എത്രയോ പേരെ ഇവൻ കൊല്ലുമായിരുന്നെന്നറിയില്ലായിരുന്നു. അതുമല്ലാതെ ഇവൻ മനുഷ്യനെയും കൊന്നുകളയും. മുനി അവിടെ നിന്ന് പോയി. തോകുളി സ്വാമിജി എവിടെ കൊണ്ടെത്തി? നീ ഇവിടെ നിന്നും പോകുമ്പോൾ ഞാൻ വളരെ ആഴമായി ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ സ്വാമിജിയെ കണ്ടെത്തി. കാട്ടിലെ അവസ്ഥയൊക്കെ ഞാൻ എടുത്തു പറഞ്ഞു. ക്ലവർ കുർക്കനെ കൊല്ലാനും ഈ സ്വാമിജിയാണ് പറഞ്ഞത്. അന്ന് മുതൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷമായി ജീവിച്ചു. നമ്മുടെ കാടിന് ഇത് എന്ത് സംഭവിച്ചെന്നേ അറിയില്ലല്ലോ. ദിവസവും ഏതെങ്കിലും ഒരു മൃഗത്തെ കാണാതെയാകുന്നു. എന്നാൽ രാജാവേ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഏതൊക്കെ മൃഗമാണോ കാണാതെയായത് അവരെല്ലാവരും അവസാനമായി ആ മാന്ത്രിക വാതിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ആ വാതിലിനുള്ളിലേക്ക് കയറി കാണും. അയ്യോ, എന്ത് ഭംഗിയുള്ള പഴമാണ്! ഇത്രയും ഭംഗിയുള്ള പഴം ഞാൻ ഇതിനു മുൻപേ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഇത് കഴിച്ചുമൊന്ന് നോക്കാം. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണമല്ലോ. അയ്യോ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ ഇത്? അയ്യോ, കാടിന്റെ എല്ലാ വശത്തും പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ചു. നമ്മുടെ കാടിന് ഇത് എന്ത് സംഭവിച്ചെന്നേ അറിയില്ലല്ലോ. ദിവസവും ഏതെങ്കിലും ഒരു മൃഗത്തെ കാണാതെയാകുന്നു. എന്നാൽ രാജാവേ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഏതൊക്കെ മൃഗമാണോ കാണാതെയായത് അവരെല്ലാവരും അവസാനമായി ആ മാന്ത്രിക വാതിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ആ വാതിലിനുള്ളിലേക്ക് കയറി കാണും. എന്നാൽ ആ മൃഗങ്ങളെല്ലാം ബുദ്ധിശാലികളാണ്. രാമു ആന, ചോട്ടു മാൻ, പിന്നെ മോണ്ടു കുരങ്ങ്, എല്ലാവർക്കും ആ വാതിലിനെ കുറിച്ച് നന്നായി അറിയാം. അങ്ങനെ ഇരുന്നിട്ടും അതിനകത്തേക്ക് എന്തിനു പോയി? ഈ മാന്ത്രിക വാതിൽ എന്താണ്? ആ മാന്ത്രിക വാതിൽ കറുത്ത മലയിലാണുള്ളത്. ആ വാതിലിന് വെളിയിൽ ഒന്നും കാണാൻ സാധിക്കില്ല. വെറും ഒരു വെളിച്ചം മാത്രമേ കാണാൻ സാധിക്കൂ. ഇന്നുവരെ അതിനുള്ളിലേക്ക് പോയവരെല്ലാം തിരിച്ചു വന്നിട്ടേയില്ല. ഈ കാട്ടിൽ ഇങ്ങനെ കാണാതെയാകുന്നത് ഗോൾഡി മനസ്സിലാക്കി. അവൻ എപ്പോൾ വേണമെങ്കിലും അനിയൻ ഷെരുവിനെയും കൂട്ടി നമ്മളെ ആക്രമിക്കാൻ വരാം. താങ്കൾ രണ്ട് പുലിയെ എങ്ങനെ നേരിടും? ഒരു രാജാവായിട്ട് ഞാൻ ഒരിക്കലും തോൽക്കില്ല. അവസാന ശ്വാസം വരെ ഞാൻ പോരാടും. മീട്ടുതത്ത ഇത് കണ്ട് ഒരുപാട് വിഷമിച്ചു. അത് ആ മൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആ രഹസ്യ വാതിലിനടുത്തേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള മരത്തിന് താഴെ കരടി ഒരു പുലിയോടൊപ്പം നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ ഇത്? ഈ കാലു ബാലു ശത്രുവായ ഗോൾഡിയോട് എന്താണ് സംസാരിക്കുന്നത്? ഒന്ന് പോയി കേൾക്കാം. ഗോൾഡി രാജാവേ, താങ്കൾ പറഞ്ഞിട്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും അവരെ വിശ്വസിക്കുന്നത് പോലെ മനസ്സ് മാറ്റി ആ മാന്ത്രിക വാതിലിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇനി അവർ തിരിച്ചു വരികയേയില്ല. ആക്രമിക്കാനുള്ള സമയമായി. സിംഹരാജാവ് ഉറപ്പായും തോൽക്കും. അങ്ങനെ ചെയ്താൽ ഈ കാടും താങ്കൾക്ക് ഭരിക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നിനക്ക് ഈ കാടിന്റെ ഉയർന്ന അധികാരം തരാം. അങ്ങനെയാണെങ്കിൽ കാലു ഗോൾഡിയുടെ പക്ഷത്തായോ?
ഇതിനെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ മിട്ടുവിന്റെ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നി. എന്താ കുഞ്ഞെ നീ നോക്കുന്നത്? അപ്പോൾ മിട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഗോൾഡിയുടെ കാട്ടിലെ പരുന്താണ്. മഹാരാജാവേ, നിങ്ങൾ പറയുന്നത് ഈ മിട്ടു കേട്ടു. ആ, അവനെ പിടികൂട്. അത് കേട്ടത് മിട്ടു പറക്കാൻ തുടങ്ങി. അത് അവിടെ നിന്ന് നേരെ മലയിലേക്ക് പറന്നുപോയി. പരുന്തും പിന്നാലെ തന്നെ പോയി. ദൈവമേ, എന്തെങ്കിലും വഴി കാണിക്കൂ, ഇല്ലെങ്കിൽ ഇതിനെ കൊന്നു തിന്നുമല്ല. അത് നേരെ പോയപ്പോൾ അടുത്തു തന്നെ ജ്വലിക്കുന്ന ഒരു സ്വർണവാതിലും വന്നു. അയ്യോ, ഇതാ മാന്ത്രിക വാതിലാണെന്ന് തോന്നുന്നു. ഇതിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചത്. ശരി, ഇതിനകത്തേക്ക് പോകാം. അങ്ങനെ ചിന്തിച്ച് മിട്ടുത്തത്ത ഉടനെ ആ രഹസ്യ വാതിലിനകത്തേക്ക് പോയി. ഹാ, അതെന്തായാലും നന്നായി. ഇനി ഇവൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് പരുന്ത് ഗോൾഡിയുടെയും കരടിയുടെയും അടുത്തേക്ക് പോയി. അകത്തു പോയപ്പോൾ കുറച്ചു സമയം മിട്ടുവിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കുറച്ചു ദൂരം പോയി നോക്കിയപ്പോൾ അതിന് കണ്ടതൊന്നും വിശ്വസിക്കാനേ പറ്റിയില്ല. എന്തെന്നാൽ അത് മനോഹരമായ കാടായിരുന്നു. അടുത്തു തന്നെ ഒരു വെള്ളച്ചാട്ടവും ഉണ്ടായിരുന്നു. മരത്തിലും ചെടിയിലും പൂക്കൾ വിരിഞ്ഞു നിന്നു. അപ്പോൾ അത് കണ്ടു കാട്ടിൽ നിന്നും മാഞ്ഞുപോയ എല്ലാ മൃഗങ്ങളും കൂട്ടിൽ അടഞ്ഞു കിടക്കുന്നത്. ആ കാട്ടിൽ നീലപക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു. സിംഹാസനത്തിൽ ഒരു പക്ഷിയും ഉണ്ടായിരുന്നു. ആരാണ് നീ? എന്തിനാണ് ഇവിടേക്ക് വന്നത്? പക്ഷി റാണി, ആദ്യം ഇത് പറയൂ. എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എന്തിനാണ് ബന്ധനസ്ഥരാക്കിയിരിക്കുന്നത്? ഇനി നീയും ഇവരെ പോലെ ഇവിടെ അടഞ്ഞു കിടക്കാനാണ് പോകുന്നത്. അങ്ങനെ റാണി എന്തോ ഒരു മന്ത്രം പറഞ്ഞു. എന്നാൽ മിട്ടുവിനെ ആ മന്ത്രം ഒന്നും ചെയ്തില്ല. എന്താ ഇത്? എന്തുകൊണ്ട് എന്റെ മാന്ത്രിക ശക്തി നിന്നിൽ ഫലിക്കാതെ പോകുന്നത്? അങ്ങനെ വീണ്ടും അത് ശ്രമിച്ചു നോക്കി. എന്നാൽ വീണ്ടും മിട്ടുവിനെ ഒന്നും തന്നെ അത് ചെയ്തില്ല. അത്യാഗ്രഹമില്ലാതെ ആരെങ്കിലും വന്നാൽ അവരെ എന്റെ മന്ത്രം ഒന്നും ചെയ്യില്ല. നീ ഒന്നും മോഹിച്ചല്ലേ ഇവിടേക്ക് വന്നത്? ഇല്ല റാണി പക്ഷിയെ, ഒരു പരുന്തിന്റെ പിന്നാലെ വന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് കയറിയത്. അപ്പോൾ നീ നല്ലവനാണ്. നിന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഞാൻ ഉറപ്പായും ഒരു സമ്മാനം തരും. അങ്ങനെ പറഞ്ഞ് റാണി വീണ്ടും ഒരു മന്ത്രം പറഞ്ഞു. അപ്പോൾ റാണിയുടെ കയ്യിലുള്ളതുപോലെ ഒരു മാന്ത്രിക ദണ്ഡ് ആ തത്തയുടെ കൈകളിലും വന്നു. ഒരുപാട് ഒരുപാട് നന്ദി. എന്നാൽ ഈ സമയം ഈ മാന്ത്രിക ദണ്ഡിലുപരി എന്റെ സുഹൃത്തുക്കളെയാണ് എനിക്ക് വേണ്ടത്. ഞങ്ങളുടെ കാട് ആക്രമിക്കാൻ പോകുക. അതെങ്ങനെയെങ്കിലും എനിക്ക് പോയി തടഞ്ഞേ പറ്റൂ. ശരി മിട്ടു, അത്യാഗ്രഹം കൊണ്ട് ഇവിടെ വന്ന ആരെയും ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. എന്നാൽ നീ ചോദിച്ചതുകൊണ്ട് ഇവരെ എല്ലാം ഞാൻ വിട്ടയക്കാം. അങ്ങനെ പറഞ്ഞ ആ കുരുവി റാണി എല്ലാവരെയും കൂട്ടിൽ നിന്നും മോചിതരാക്കി. മറുവശത്ത് ഗോൾഡി ആ കാടിനെ ആക്രമിക്കാൻ പോകാൻ വേണ്ടി തന്റെ അനുജനോടൊപ്പം വന്നു നിന്നു. സിംഹരാജാവ് അവിടെ തനിച്ചായിരുന്നു. സിംഹരാജാവേ, നിങ്ങൾ തോറ്റെന്ന് സമ്മതിച്ചോളൂ. നിങ്ങളുടെ കാട്ടിലുള്ള എല്ലാവരെയും കാണാതെയായി. ഞങ്ങൾ 2 പേരുണ്ട്. നിനക്ക് തനിയെ 2 പേരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കുഴപ്പമില്ല, ഞാൻ ചത്താൽ പോലും ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഈ കാടിന്റെ രാജാവാണ് ഞാൻ. രാജാവായി ചാകും. അങ്ങനെ സിംഹരാജാവ് അവർക്ക് നേരെ ചാടി. അപ്പോൾ മിട്ടു എല്ലാ മൃഗങ്ങളുമായി അവിടേക്ക് വന്നു ചേർന്നു. നിൽക്കൂ സിംഹരാജാവേ, നിങ്ങളിപ്പോൾ തനിച്ചല്ല ഉള്ളത്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കി. മിട്ടുത്തത്ത അതിനോടൊപ്പം കാണാതായ എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൊണ്ടുവന്നു. അത് കണ്ട് ഗോൾഡിയും കരടിയും എല്ലാവരും ഷോക്കായി. സിംഹരാജാവേ, എല്ലാ മൃഗങ്ങളോടും കള്ളം പറഞ്ഞ് ആ മാന്ത്രിക വാതിലിൽ കാലുപാല് കരടിയാ പറഞ്ഞയച്ചത്. ഇവൻ ഗോൾഡിയുടെ ജാരനാണ്. അതെയോ? അവൻ ഉറപ്പായും ശിക്ഷയുണ്ട്. നീ ഒരു സിംഹമായിട്ടും ഞങ്ങളെ 2 പേരെയും തോൽപ്പിക്കാൻ പറ്റുന്നില്ലേ? തോൽവി സമ്മതിച്ചോ? അതാണ് നിങ്ങൾക്ക് നല്ലത്. സിംഹരാജാവ് തനിച്ചല്ല. അങ്ങനെ പറഞ്ഞു മിട്ടു അതിന്റെ മാന്ത്രിക ശക്തി സിംഹത്തിൽ ഉപയോഗിച്ചപ്പോൾ ആ സിംഹരാജാവിനെ പോലെ മറ്റൊരു സിംഹരാജാവും അവിടേക്ക് വന്നു. ഇതെങ്ങനെ സാധ്യമാകും? ഇപ്പോൾ 2 സിംഹരാജാവും അവരെ ആക്രമിക്കാൻ തുടങ്ങി. ഗോൾഡിയും അവന്റെ അനിയനും പോരാടി അവർ അവസാനം തോൽക്കുകയും ചെയ്തു. അവർ അവരുടെ തോൽവി സമ്മതിച്ചു.
ഞങ്ങൾ തോൽവി സമ്മതിക്കാം. ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പോയിക്കോളൂ. കൂടെ ഈ ദ്രോഹിയെയും കൊണ്ടുപോയിക്കോളൂ. അത് കേട്ടതും അവർ രണ്ടുപേരും ആ കരടിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. സിംഹരാജാവിനോടൊപ്പം ചേർന്ന എല്ലാ മൃഗങ്ങളും മിട്ടുവിനോട് നന്ദിയും പറഞ്ഞു. അങ്ങനെ ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും വീണ്ടും സന്തോഷത്തോടെ ജീവിച്ചു. മിട്ടുതത്ത എപ്പോഴും അതിന്റെ കൂടെയുള്ള മൃഗങ്ങൾക്ക് അതിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് സഹായം ചെയ്തു. ആ രഹസ്യവാതിൽ ഇപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്.